കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. അതിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കർത്തൃദാസൻ വായിക്കും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വ സമ്പൂർണതയും വസിപ്പാൻ അവൻ ക്രൂശിച്ചൊഴിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെയും കൊണ്ട് തന്നോട് ധരിപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നുവരും ശത്രുക്കളുമായ നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. യേശു ആര് എന്ന ചോദ്യം ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം പിൽക്കാലത്തിൽ സവിസ്തരമായി ആത്മാവിൽ വെളിപ്പാട് ലഭിച്ചുകൊണ്ട്, ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ആത്മാവിൽ അത് കണ്ടുകൊണ്ട്, തിരശീലകൾക്ക് പിന്നിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കർട്ടൻ മാറ്റുമ്പോൾ ആ പ്രോഗ്രാം നമ്മൾ വിസിബിളായി ദർശിക്കുന്നത് പോലെ യേശു ആരെന്നുള്ള കാഴ്ച ആത്മാവിൽ അപ്പോസ്തലൻ ദർശിക്കുകയാണ്. ഒന്നാമതായി അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പൗലോസ് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചില്ലേ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പൗലോസ് അതിനേക്കാൾ നല്ലൊരു അർത്ഥ സമ്പുഷ്ടമായ പദമാണ് ഉപയോഗിക്കുന്നത്. അവൻ ദൈവത്തിന്റെ പ്രതിമ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണുമ്പോൾ മഹാത്മാഗാന്ധിയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ കാണുമ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഉറപ്പിച്ചു പറയാം. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ കാണുമ്പോൾ അത് സ്വാമി വിവേകാനന്ദനാണെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം കണ്ടിട്ടുണ്ട് അവരെയൊക്കെ ഈ ലോകത്തിലുള്ളവർ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ആ ദൈവത്തെ കാണാൻ, അനുഭവിക്കുവാൻ, അവന്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ, അവന്റെ പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കുവാൻ അന്നത്തെ കാലത്തെ ജനതയ്ക്ക് അവസരം ലഭിച്ചു. എന്നാൽ ആ അവസരത്തെ ഉപയോഗിക്കാതെ ദൈവസഭയ്ക്ക് വിരോധമായും ദൈവജനത്തിന് വിരോധമായും ആ കാലഘട്ടത്തിൽ നടന്ന പരീശനായിരുന്നു തർസോസുകാരനായ ശൗൽ. എന്നാൽ പിൽക്കാലത്ത് ആത്മാവിൽ വെളിപ്പാടിൽ സകലതോൻ കാണുകയാ. കർത്തൃമേശയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ ആ മാളിക മുറിയിൽ ശൗലില്ലായിരുന്നു, പൗലോസ് ഇല്ലായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി കൊടുക്കുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. അതെ, താൻ ആത്മാവിൽ കാണുകയാണ്, താൻ ആ സ്ഥലത്തില്ലായിരുന്നെങ്കിലും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആ നിലയിൽ ദൈവത്തെ വെളിപ്പാടിൽ ആത്മാവിൽ കണ്ട, ഇതിലെല്ലാം സർവോപരിയായി മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗത്തിലെ പല മേഖലകളിൽ പ്രവേശിച്ച് സ്വർഗീയ സൈന്യങ്ങളെയും ദൂതന്മാരെയും മനസ്സിലാക്കി. ദൂതന്മാർക്കൊരു ഭാഷയുണ്ടെന്നും സ്വർഗം മനോഹരമാണെന്നും വിട്ടുപിരിഞ്ഞ് അവിടെ പോയി ഇരിക്കുന്നതാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നതിനേക്കാൾ ഉത്തമമെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു പൗലോസ്. അതുകൊണ്ട് ദൈവത്തെ മുഖാമുഖമായി കണ്ട, ദൈവശക്തി ശരീരത്തിൽ അനുഭവിച്ച ദൈവമഹത്വത്തിന് സാക്ഷിയായ പൗലോസ് പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ആമീൻ. സർവ സൃഷ്ടിക്കും അവൻ ആദ്യ ജാതനാണ്. അവനെ കൂടാതെ ഒന്നും ഈ ഭൂമിയിൽ ഉളവായിട്ടില്ല. ഈ ഭൂമിയിൽ കാണുന്ന ദൃശ്യമായത്, അദൃശ്യമായത്, വായികൾ തുറന്ന് സൂമിൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, ഇവിടെ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞ് ദൃശ്യമായത്
അദൃശ്യമായത്, അദൃശ്യമായ സിംഹാസനങ്ങൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അധികാരങ്ങൾ, സകലവും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം നമ്മൾ പലപ്പോഴും എടുത്തു പറയുന്ന ഒന്നല്ലേ പിശാച്, സാത്താന്യ പോരാട്ടം, ബന്ധനം. പലർക്കും ഇഷ്ടമുള്ള ഒരു വാക്കാ. ഞാൻ ആ ടോപ്പിക്കിലേക്ക് കയറിയാൽ ഇപ്പോൾ ഇവിടെ ആരാധന വെളിപ്പെടും, എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ പിശാചിനെ പോലും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമില്ലെങ്കിൽ സാത്താനെ നീ പോലും ഇല്ല എന്ന സത്യം തിരിച്ചറിയണം. ലൂസിഫറിനെ പോലും ഈ ഭൂമിയിൽ, ആ ദൂതനെ പോലും സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ സ്വഭാവം കൊണ്ടും അവന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ടും അവന്റെ പ്രൈഡ് കൊണ്ടും ഞാൻ എന്ന ഭാവം കൊണ്ടും അവൻ വെട്ടേറ്റ് നിലത്ത് വീണെങ്കിൽ ഈ ഭൂമിയിൽ വാഴ്ച നടത്തുന്ന പൈശാചിക ശക്തികൾക്ക് പോലും അവകാശപ്പെടാൻ ഇല്ല ഞങ്ങൾ തന്നെത്താൻ ഉണ്ടായി വന്നതാണെന്ന്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായി സൃഷ്ടിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ കാണുന്ന സകല ജീവജാലങ്ങളും, ഈ ഭൂമിയിൽ കാണുന്ന സകലതും, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ, സാഗരങ്ങൾ, മഴ, കാറ്റ്, കടല്, പ്രകൃതി, സകലതും അവനെ അനുസരിക്കുന്നു. ആർത്തലയ്ക്കുന്ന തിരയുടെ മുമ്പിൽ ആർത്ത് വിളിച്ച് നിലവിളിച്ച് കരഞ്ഞ് നാഥാ ഞങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് ശിഷ്യന്മാർ കരഞ്ഞു വിളിക്കുമ്പോൾ പടകിന്റെ അമരത്തെഴുന്നേറ്റ് കാറ്റെ ശാന്തമാകാ, ആമീൻ, കടലെ അടങ്ങാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വിളിക്കുന്ന കൈസർ കൂട്ടിക്കയറടാ എന്ന് പറയുമ്പോൾ ഓടിപ്പോയി കൂട്ടിക്കയറുന്നത് പോലെ ആമീൻ കടല് ശാന്തമായി കാറ്റടങ്ങിയെങ്കിൽ അവൻ സകലത്തിന്റെ മേളിലും അധികാരമുള്ള ദൈവമാണ്. അവൻ സകലത്തെ സൃഷ്ടിച്ചവനാണ്. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവജനത്തോട് യേശു പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കാരണം സ്വർഗത്തിനും ഭൂമിക്കും ഞാൻ സകല അധികാരങ്ങളും പ്രാപിച്ചവനാണ്. Praise the Lord. Last week we had a powerful message on Acts chapter 9 verse 5, where we were answering the question, who are you, O Lord? And this question was asked by Paul, the Saul of Tarsus, as he was moving towards Damascus to persecute the Christians. The Lord so brilliantly, he struck him down, and while being on the floor on the ground, he was looking up at Jesus, who was radiantly up there in heaven and looking at him. And Saul was asking this question, who are you, O Lord? And who are you, Lord? This question had been asked by many people throughout the centuries, and here Saul of Tarsus is representing all of them and asking this question. Many people have asked this question. High priest asked, the high priest of Israel asked this question, who are you? And Jesus Christ himself has asked this question to the Pharisees, to the disciples, to the people who are following him. And the heavenly Father has answered this question, he is my son. And Peter has answered this question, you are eternal Son of God. And people throughout the centuries has answered this question, he is our Savior, he is God, he is God immortal, who is dwelling in unapproachable light, whom no one can ever see. He is immutable God, he is immortal God. Such kind of a great God had been worshipped throughout the generations. He was on this earth. As he moved forward, he did not move 150 kilometers away from his birthplace. He did not hold a doctoral degree or any kind of university degrees. He did not even write a single book, but still he is the nucleus of humanity. Throughout the 2000 years, he had been worshipped in all over the world. He is the great God. That is the question that has been asked by Paul. And the Lord began to reveal that question. The Lord began to reveal the answer to the question throughout all of his 14 great epistles. He was trying to explain and expound what he received from the Lord. He did not see the upper room last supper of Jesus Christ, but that has been delivered to him in Revelation. He ascended up high into the
third heavens. He heard the voices in the heaven. What a powerful experience he had. He was the man who wrote almost more than half of the New Testament. Such a profound and great epistles were given to us because he was asking this question: who is Jesus? Jesus is our Savior. Who is Jesus? Jesus is the Savior of the mankind. And here in Colossians 1 verse 15 to 22, Paul is trying to explain the same thing. He is the image of the invisible God, the firstborn of all creation. And then he moves on to say that for by him all things were created that are in heaven and that are on earth, visible, invisible, whether thrones, dominions, principalities, powers, all things were created by God and for him. You know what? All the things which your eyes can see, all the things which your eyes cannot see, all the things which exist, everything were created by Jesus Christ. And as the pastor said, all the dominions and the principalities, that means the demonic realm, even Satan was created by God. If God was not there, if God has not created Satan, even Satan will not even exist. He is the great God, invisible God, immortal God, immortal God. That is the God which we are serving, and praise the Lord for that. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുന്ന വെളിപ്പാടിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ ഇതൊന്നും അവനെ ഒഴിവാക്കിയിട്ട് ഉളവായതല്ല. സകല അധികാരങ്ങളും സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതാണ്. അവൻ മുഖാന്തരവും അവനായും. അവനെന്ന് അവിടെ പറയുന്ന പദം മലയാളത്തിൽ ബഹുമാനത്തിന് ഒരു യോഗ്യമായ പദമല്ല. അവിടെ എല്ലാം യേശു എന്ന് നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ കഴിയണം. യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, യേശുവിനായി സൃഷ്ടിക്കപ്പെട്ടു. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും. വായികൾ തുറന്ന് പറഞ്ഞേ, ശകലമല്ല സകലവും, സകലവും, ശകലമല്ല സകലവും, ശകലമല്ല യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരവും യേശുവിനായും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുവിലല്ലോ, വായി തുറന്ന് പറഞ്ഞേ, യേശുവിലല്ലോ, യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അവിടെ എടുത്തു പറയുന്നത് ഹു ഈസ് ജീസസ് എന്ന് ചോദിച്ച മനുഷ്യൻ, ഹു യു ആർ ലോർഡ് എന്ന് ചോദിച്ച മനുഷ്യൻ പിൽക്കാലത്ത് അതിന്റെ ഉത്തരം എഴുതുകയാണ്: യേശുവിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശു ക്രിസ്തു സമ്പൂർണനായ ദൈവം, യേശു പൂർണ്ണനായ ദൈവം. പായകൾ തുറന്ന് പറഞ്ഞ് യേശു ക്രിസ്തു പൂർണ്ണനായ ദൈവം, പൂർണ്ണനായ ദൈവം. അവൻ പകുതി ദൈവമല്ല, അവൻ പകുതി മനുഷ്യനുമല്ല. ഒരു ഭാഗത്ത് അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ പ്രവർത്തിച്ചു, അപ്പോഴും അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കരയുമ്പോൾ, മനുഷ്യന്റെ വേദന കണ്ട് കർത്താവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുമ്പോൾ അവന്റെ മനുഷ്യത്വത്തെ ഞാൻ കാണുകയാണ്. എന്നാൽ ആ കരഞ്ഞുകൊണ്ട് നിന്ന് കർത്താവ് മിനിറ്റുകൾക്കകത്ത് മരിച്ചുപോയ ലാസറിനെ പേര് ചൊല്ലി വിളിച്ചുയർപ്പിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ ഞാൻ അവിടെ കാണുകയാണ്. യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ ദാഹിക്കുന്നു എന്ന വാക്കിൽ ഞാൻ മനുഷ്യത്വത്തെ, മനുഷ്യനെ അവിടെ കാണുകയാണ്. എന്നാൽ എന്നിൽ നിന്ന് കുടിപ്പീൻ, അവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുന്ന ക്രിസ്തുവിൽ ഞാൻ ദൈവത്തെ കാണുകയാണ്. 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് 10,000 വർദ്ധിപ്പിച്ചു വിളമ്പുമ്പോൾ ഞാൻ അവനിൽ ദൈവത്തെ കാണുകയാണ്.
ഇങ്ങനെ ഒരു ഭാഗത്ത് അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അവൻ പൂർണ്ണനായ ദൈവമായിരുന്നു. ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ പകുതി ദൈവമായും പകുതി മനുഷ്യനായും ക്രിസ്തുവിനെ കാണരുത്. യേശു കർത്താവ് സമ്പൂർണനായ ദൈവമാണ്. യേശു കർത്താവ് പൂർണ്ണനായ ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇനി അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. എല്ലാ വാഴ്ചകളും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവദാസൻ അങ്ങനെ വായിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവനിൽ എന്ന പദം ഒഴിവാക്കി യേശുവിൽ എന്ന് വായിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. ദൈവസഭയുടെ തല ക്രിസ്തുവാണ്. പുരുഷന്റെ തല ക്രിസ്തുവാണ്. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. തലയില്ലാതെ ഉടലുണ്ടായിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ ഉടലിന് എത്ര ശക്തി ഉണ്ടെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് ഒരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടൽ അനങ്ങുകയില്ല. ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടും കണ്ണും നിങ്ങളുടെ അവയവങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രൈസ് ഗോഡ്. കാരണം തലയില്ലാതെ ബാക്കിയുള്ളതൊന്നും ഫങ്ഷൻ ചെയ്യുകയില്ല. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായവൻ ക്രിസ്തുവാണ്, യേശുവാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, അവനിൽ നിങ്ങളെ ദൈവം പരിപൂർണരാക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചില്ല പലരും. മഴയുടെ ശബ്ദമുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഈ സ്ഥലത്ത് മഴയില്ലാത്ത സമയത്ത് പലരെയും കണ്ടില്ല. നല്ല അന്തരീക്ഷമായിരുന്നു. പ്രൈസ് ഗോഡ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒന്നാമതായി ഈ വെളിപ്പാട് തിരിച്ചറിയണം. ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള വെളിപ്പാട്. ഒന്നാമതായി ക്രിസ്തു യേശു, അവൻ സമ്പൂർണനായ ദൈവം. എന്നാൽ 10ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അവനിൽ നിങ്ങളെയും കൂടെ, അവനിലായിരിക്കുന്ന നിങ്ങളെയും കൂടെ അവൻ പരിപൂർണനാക്കുന്നു. ഹല്ലേലൂയ. അവൻ സമ്പൂർണനായിരിക്കുക മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന യേശുവിലായിരിക്കുന്ന നിങ്ങളെയും അവൻ പരിപൂർണരാക്കുന്നു. പൂർണ്ണതയില്ലാത്ത നമ്മളെ, പരിപൂർണനല്ലാത്ത നമ്മളെ യേശു ക്രിസ്തുവിൽ നമ്മളെ പരിപൂർണരാക്കി. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം പെർഫെക്റ്റ് അല്ല, നമ്മുടെ ലൈഫ് പലതിലും പെർഫെക്റ്റ് അല്ല. പക്ഷെ ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കി, ക്രിസ്തുവിൽ നമ്മളെ യോഗ്യരാക്കി, ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹീതരാക്കി, ക്രിസ്തുവിൽ നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി, ക്രിസ്തുവിൽ നമ്മെ നീതീകരിച്ചു, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു, ക്രിസ്തുവിൽ നമ്മെ വർദ്ധിപ്പിച്ചു, ക്രിസ്തുവിൽ നമ്മെ മാനിച്ചു, ക്രിസ്തുവിൽ നമ്മളെ ഒരുക്കിയെടുത്തു. ക്രിസ്തു എന്ന തലയോളം നമ്മളെ അവൻ വളർത്തുന്നു. എല്ലാം ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ 15:5 കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. Colossians chapter 2 verse 9, Paul is further explaining who Jesus is. Who is Jesus? And the answer goes like this: for in Jesus dwells all the fullness of Godhead bodily. That is the answer further Paul is giving in Colossians. In Jesus Christ, Godhead is dwelling in a full form. That means Jesus is fully God. Jesus is perfect God. Some people say that he was half God and half human. No, while he was on the face of the earth, he was fully God and he was fully human. He cried in his humanity, but on a next level, in his divinity, he called Lazarus out of the tomb, and Lazarus came out with life. He was hungry and thirsty, but in his divinity, he took up the loaves in his hand and he blessed and distributed. 5,000 people were fed. That means Jesus walked on the face of the earth not as half human and half divine. He was fully human, he was fully divine. And in verse 10 we find he is the head. Jesus Christ is the head, and you are complete in him who is the head of all principality and power. And as the dear pastor said, without head, even if the body is so good, there is no use without head. The
body will not function properly. There is totally no use for a body without a head. That means if Jesus Christ is there as a head for you, and it continues in him, you are complete. Jesus Christ is complete God, and he was on the face of the earth, he was complete human. And as he is the head of the church, and in him you are complete, means the perfection flows from the head into the body. That means if you have accepted Jesus Christ as your personal savior into your life, you are perfect. Believe today that you are perfect. You are blessed by the Lord. You are sanctified by the Lord. You are prepared by the Lord. You are loved by the Lord. You are being sanctified, and you will be carried away into the heaven by the Lord. And all this perfection will flow from God into you, and you are perfect as Jesus Christ is your head. ക്രിസ്തുവിൽ നിങ്ങളെ അവൻ പരിപൂർണരാക്കി. 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മങ്ങളിലും മരിച്ചിരുന്നവരായ നിങ്ങളെ അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ, കണ്ടോ ആ പദം പോയ പോക്ക് കണ്ടോ, അവരുടെ മേൽ, പൈശാചിക സൈന്യത്തിന്റെ മേൽ, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കി, ക്രിസ്തുവിൽ എന്നെ ഉയർപ്പിച്ചു, ഞാനിപ്പോൾ ജീവിക്കുന്നു. അതെങ്ങനെയാ സംഭവിച്ചത്? ആ പ്രോസസ് എവിടെയാ നടന്നേ? 12-ാമത്തെ വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവർ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒരു വ്യക്തി വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ, ആ വ്യക്തിയെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ സംഭവിച്ചത് എന്താ? അവന്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. 2, അവൻ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ചു. ആ വ്യക്തിയെ വെള്ളത്തിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോൾ എന്താ അവന് സംഭവിക്കുന്നത്? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ കർത്താവിന്റെ ഉയർപ്പിനോട് അവൻ പങ്കാളിയായി. ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും അവൻ പാർട്ടേക്കറായി, അവൻ അവകാശിയായി തീർന്നു. ഇങ്ങനെ എണ്ണി തീർക്കുവാൻ കഴിയാത്ത, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനവധി അത്യത്ഭുതകരമാകുന്ന, പ്രകൃതിയാതീതമാകുന്ന, സൂപ്പർ നാച്ചുറൽ ആകുന്ന മിറക്കിളുകളാണ് ഒരു വ്യക്തി ക്രിസ്തുവിലായി തീരുമ്പോൾ സംഭവിക്കുന്നത്. കേവലം ഒരു കടഭാരം മാറുവാനും, കേവലം ഒരു സൗഖ്യം കിട്ടുവാനും, കേവലം ഒരു ജോലി കിട്ടാനും, കേവലം ഒരു വഴി തുറക്കാനും ഹല്ലേലൂയയും പറഞ്ഞ് പൊടിയും തട്ടിപ്പോകുന്നവർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സത്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നീ ആകാതിരുന്നാൽ, കർത്താവ് നിന്നിലേക്ക് വരാതിരുന്നാൽ, നിന്റെ ജീവിതം ദൈവത്തിന് നീ സമർപ്പിക്കാതിരുന്നാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്ന്. താങ്ക് യു ലോർഡ് ജീസസ്. ഒരുപാട് വ്യക്തിത്വങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ വായിച്ചു, അതൊന്നും പറയാൻ നേരെയില്ല, അതൊക്കെ സ്പിരിച്വൽ വാർഫെയർ ഏറിയാണ്. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്നുള്ളത്, പിശാചിന്റെ സർവ്വ ആയുധങ്ങളെയും അവൻ വെപ്പിച്ചു. പ്രൈസ് ഗോഡ്. ശൗലിനെ തോൽപ്പിച്ച് താഴെ ഇട്ടിരിക്കുന്ന കർത്താവ് അനങ്ങാൻ പറ്റാത്ത നിലയിൽ ദൈവസഭയെ മുടിക്കാൻ, ഉപദ്രവിക്കാൻ, തകർക്കാൻ അധികാരപത്രവുമായി പോയ മനുഷ്യൻ പിൽക്കാലത്ത് ദൈവസഭയെ പൂട്ടിക്കാൻ ഒരെഴുത്തുമായി പോയവനെ കൊണ്ട് ദൈവസഭ പണിയിക്കാൻ 14 എഴുത്തവൻ എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ പറയേണ്ടതായ ഒരു സത്യമുണ്ട്. ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ? എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കൊച്ചു കമ്മ്യൂണിറ്റിയിൽ, വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ, കൈകൊട്ടിപ്പാടുന്നവരുടെ ഇടയിൽ മാത്രം നിൽക്കുന്നവരാണെങ്കിൽ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്.
ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമില്ലെന്നും മൂഢമായ ആഴമായി വിശ്വസിക്കുന്നവർ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നിരുന്നിട്ടുണ്ട്. ഇവരിൽ പലരും പല സമയങ്ങളിലും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബ്രദറെ, ഒന്നും തോന്നരുത്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ? ദൈവത്തിനെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയുമോ? ദൈവത്തെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയുമോ? ദൈവം മരിക്കുമോ? ഇന്നലെയും നമ്മളുടെ ഫേസ്ബുക്കിനകത്ത് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അതിന്റെ താഴെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്. മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ശാപമായെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു ശപിക്കപ്പെട്ടവനല്ലേ? അവൻ ശാപത്തിന്റെ കുരിശെടുത്തില്ലേ എന്ന്. ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. യേശു ശാപഗ്രസ്തനായിരുന്നുവോ? യേശു മരിച്ചത് ദൈവമല്ലാഞ്ഞിട്ടാണോ? എന്താണ് ക്രിസ്തുവിന്റെ അവതാര ഉദ്ദേശങ്ങൾ? ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. എന്തിനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു? ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് എന്തിനായി ജീവനെ നൽകി? ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് എന്തിനായി ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിനെ വഹിച്ചു? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ 2 വാക്യങ്ങൾക്കകത്ത് അപ്പോസ്തലനായ പൗലോസ് മുഴു ലോകവും ഭാരതീയനും ദൈവവും ഇല്ലെന്ന് പറയുന്നവനും ലോകക്കാർ മുഴുവൻ ചോദിക്കുന്ന ചോദ്യത്തിന്, ആയിരക്കണക്കിന് ചോദ്യത്തിന് 2 വാക്കുകളിൽ ഹൂ യു ആർ ലോർഡ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചവൻ അതിന് ഉത്തരം എഴുതി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ, യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ഈ വാക്യം നിങ്ങൾ ആത്മാവിൽ ധ്യാനിക്കണം. മക്കൾ ആരാണ്? മനുഷ്യർ. അവന്റെ മക്കളാണ് മനുഷ്യർ. അവന്റെ സൃഷ്ടിയാണ് മനുഷ്യർ. ഇന്ന് ഈ മെസ്സേജ് യൂട്യൂബിലോ സൂമിലോ ഫേസ്ബുക്കിലോ ചർച്ചിലോ ഒക്കെ ഇരുന്ന് കേൾക്കുന്ന നിങ്ങൾ സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് പറയണം, ഞാൻ എന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ മകളാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, ജഡവും രക്തവും ശരീരവും രക്തവും ഒക്കെ കൂടിയവരാകൊണ്ട് അവനും യേശു ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. യേശു കർത്താവ് എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു? ദൈവം എന്തിനു വേണ്ടി മരണമേറ്റെടുത്തു? ദൈവത്തെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയുമോ? പ്രിയരെ, ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്. ആദാമ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി, മാനവകുലത്തിന്റെ മുഴുവൻ വിമോചനത്തിനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഏത് വിമോചന പ്രസ്ഥാനങ്ങളെ നിങ്ങൾ എടുത്തു നോക്കുക, എല്ലാ വിമോചന പ്രസ്ഥാനങ്ങൾക്കും എല്ലാ പാർട്ടികൾക്കും അവരുടെ സംഘടനകൾക്കും ഒരു സ്ഥായിയായ ഒരു അടിസ്ഥാനം വീണത് ഒരു രക്തസാക്ഷിയിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു? യേശു കർത്താവ് എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു? ഒന്നാമതായി ഞാൻ പറയട്ടെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര, ഷുഗർ ഇരിപ്പുണ്ടെന്ന് കരുതുക, ഉണ്ടല്ലോ. അത് നിങ്ങൾ എടുക്കുന്ന വഴിക്ക് കുറച്ച് താഴെ വീണു, നിങ്ങൾ പോലും കണ്ടില്ല. 5-6 തരികൾ അവിടെ കടമുണ്ട്. നിങ്ങൾ ഈ ബോട്ടിൽ അടച്ച് തിരിച്ചു വെച്ചു, ചായ ഇലയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചു, ചായ കൂടി കഴിഞ്ഞു. സന്ധ്യാസമയത്ത് അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ ആ മേശപ്പുറം നിറയെ ഉറുമ്പ്. ഈ ഉറുമ്പ് എവിടുന്ന് വന്നു? അപ്പൊ ഉടനെ പറയുന്നു, ഓ, പഞ്ചസാര ഇവിടെ വീണു, ഉറുമ്പും കയറി വന്നു. നിങ്ങൾ വിളിച്ചോ ഉറുമ്പിനെ? നിങ്ങൾ കണ്ടായിരുന്നോ പഞ്ചസാര വീഴുമ്പോൾ അവിടെ ഉറുമ്പുണ്ടായിരുന്നത്? നിങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു, ഉറുമ്പിന്റെ കൂട്ടി പോയി പറഞ്ഞു, പഞ്ചസാര വീണിട്ടുണ്ട്, വന്നാട്ടെ ബ്രദർ എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ അങ്ങനെ അത്രയും ഉറുമ്പ് അവിടെ വന്നു. ആ പഞ്ചസാരയുടെ തരികൾ അവിടെ വീണപ്പോൾ അതിലേക്കൂടെ പോയ ഒരു ഉറുമ്പ് ഇത് ടെസ്റ്റ് ചെയ്തു. ആ ഉറുമ്പ് ബന്ധിക്കോസുകാരനല്ലാത്തത് കൊണ്ടും വിശ്വാസി അല്ലാത്തത് കൊണ്ടും ബാക്കിയുള്ള ഉറുമ്പുകളോടെല്ലാം പോയി പറഞ്ഞു സാധനം വന്നിട്ടുണ്ടെന്ന്. സ്തോത്രം. അവൻ അവിടെ നിന്ന് അതിനകത്തിരുന്ന് ആസ്വദിക്കുകയല്ല, അറിയിക്കേണ്ടവരെ അറിയിക്കാൻ വേണ്ടി അവൻ പുറപ്പെടുകയാണ്.
സ്തോത്രം. അറിയിക്കേണ്ടവനെ അറിയിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഉറുമ്പ് ഈ സിഗ്നൽ അവന്റെ അനുയായികൾ അടുക്കൽ കൊടുത്തപ്പോൾ ഒരുത്തൻ വന്നു, അവന്റെ പുറകെ അടുത്തുറുമ്പ് വന്നു. ഇങ്ങനെ നിരനിരയായി അണിയണിയായി ഉറുമ്പ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒറ്റ റൂട്ടിൽ വഴിയെടുത്ത് നാവിഗേറ്റർ വെച്ച് ഈ സാധനം വരുന്ന കണ്ടിട്ടുണ്ടോ? നിരന്ന് ലൈനായിട്ട്. എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂ ആണെന്നറിയാവത്. ലൈൻ തെറ്റാതെ വന്ന് കയറി ഈ ടേബിളെ വന്ന് വട്ടം കൂടി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതാരാ ഇൻഫർമേഷൻ കൊടുത്തേ? ഉറുമ്പിന് ഇൻഫർമേഷൻ കൊടുക്കാൻ ഉറുമ്പിനെ പറ്റൂ. ഒരു കാക്കയൊന്നെടുത്ത് കല്ലെറിഞ്ഞു നോക്ക്, കല്ലെടുത്ത് കാക്ക എറിഞ്ഞു നോക്ക്. വീട്ടുമുറ്റത്തിരിക്കുന്ന ഒരു കാക്കയെ അനാവശ്യമായ ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്ക്. അവൻ കാക്കാന്ന് രണ്ടൊച്ച വെച്ചാൽ അവിടെ ഇവിടെ എല്ലാം കോറസ് പോലെ സൗണ്ട് കേൾക്കാം. അടുത്ത 10 മിനിറ്റിനകത്ത് അനവധി കാക്ക. ഈ കാക്കയ്ക്ക് പീഡനവും പ്രതിസന്ധിയും വന്നെന്ന് അവന്റെ വാക്കിലൂടെ അവൻ മറ്റ് കാക്കകൾക്ക് ഇൻഫർമേഷൻ കൊടുത്തു. രാത്രി 12:30 മണിയായ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ പട്ടി കുരച്ചു. നിങ്ങളുടെ വീട്ടിലെ പട്ടി കുരച്ചത് എന്തോ അനക്കം കേട്ടോ, എന്തോ കണ്ടോ. പക്ഷെ ആ കുര കേട്ട് താഴത്തുള്ള എല്ലാ പട്ടിയും കുരച്ചു. അത് ഒരനക്കവും കേട്ടില്ല, ഒന്നും കണ്ടുമില്ല. ഇത് കുരച്ചോണ്ട് കുരച്ചതാ. നായ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ നായ്ക്കേ കഴിയൂ. ഉറുമ്പിന് ഇൻഫർമേഷൻ കൊടുക്കാൻ ഉറുമ്പിനെ കഴിയൂ. കാക്കയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ കാക്കയ്ക്കേ കഴിയൂ. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് യേശു എന്തിനായി മനുഷ്യനായി ഭൂമിയിൽ വന്നു? മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട്. ഞാനും നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ മനുഷ്യനെ പോലെ സംസാരിച്ചു, അവൻ മനുഷ്യനെ പോലെ ഇടപെട്ടു, അവൻ മനുഷ്യനെ പോലെ കരഞ്ഞു, അവൻ മനുഷ്യനെ പോലെ പെരുമാറി, അവൻ മനുഷ്യനെ പോലെ ഇടപെട്ടു. ഇല്ലെങ്കിൽ നിനക്കിത് മനസ്സിലാകുമോ? ഉറുമ്പിന്റെ ഭാഷ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ, കാക്കയുടെ ലാംഗ്വേജ് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ, നായുടെ ഭാഷയും ആംഗ്യവും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നിനക്ക് ദൈവത്തെ, അവന്റെ മുഖത്തെ മനസ്സിലാക്കാൻ കഴിയുമോ? അവന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുമോ? ദൂതന്മാരുടെ ഭാഷ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ? മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒറ്റയാഗ്രഹമേ ഉള്ളൂ, എനിക്ക് അങ്ങേ ഒരു നോക്ക് കാണണം. ദൈവം മോശയോട് പറഞ്ഞു, ഇല്ല മോശേ, നീ എന്നെ കണ്ടാൽ നിനക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല, നിനക്ക് താങ്ങാൻ പറ്റില്ലത്, നിന്റെ കണ്ണുകൾക്ക് താങ്ങാൻ പറ്റില്ല ആ മഹത്വം. എന്നാൽ സ്തോത്രം, പ്രകാശത്തെക്കാൾ വെല്ലുന്ന വെളിച്ചം പൗലോസിന് മുന്നിൽ മിന്നിയപ്പോൾ വാഹന മൃഗത്തിൽ നിന്ന് വെട്ടേറ്റവനെ പോലെ അവനും താഴെ വീടില്ലേ? കണ്ണിന് കാഴ്ച പോയില്ലേ? 3 ദിവസം കാഴ്ച പോയിട്ട് അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചല്ലേ അവന്റെ കണ്ണിന് കാഴ്ചയുണ്ടായത്? ഇത്ര വലിയ മഹാദൈവം, ഇത്ര വലിയ സർവശക്തനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നതുകൊണ്ടല്ലേ എനിക്കും നിനക്കും പിടികിട്ടിയത്, എനിക്കും നിനക്ക് മനസ്സിലായത്, എനിക്കും നിനക്കും അവനെ അറിയാൻ കഴിഞ്ഞത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ, യേശു എന്നെ പോലെ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നുപോയൊരു തിരുകുടുംബമുണ്ട്. ക്ലെയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും. 7 മൈലുണ്ട് യെരുശലേമിൽ നിന്ന് അവർക്ക് എമ്മൗസിലേക്ക് പോകാൻ. ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്ലെയോപ്പാവിന്റെയും തന്റെ ഭാര്യയായ മറിയത്തിന്റെയും കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അവർ അറിയാതെ അവരോടൊപ്പം അവൻ നടന്നു. അവരുടെ സംഭാഷണങ്ങൾ മുഴുവൻ അവൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അവരോട് സംസാരിച്ചു. ഞാൻ അവിടെ കാണുന്ന കാഴ്ച എന്നാണെന്നറിയോ? ദൈവം മനുഷ്യന്റെ കൂടെ നടക്കുന്നു. ദൈവം മനുഷ്യന്റെ കൂടെ നടക്കുന്നു. ദൈവം മനുഷ്യന്റെ കൂടെ നടന്നെങ്കിൽ അത് വേറെ ആരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനോടുകൂടെ ഭക്ഷിച്ചെങ്കിൽ അത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനോടുകൂടെ കരഞ്ഞെങ്കിൽ അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനോടുകൂടെ ജീവിച്ചെങ്കിൽ ഒരേ ഒരുവനേ ഉള്ളൂ. അവൻ ആൾ ദൈവമല്ല, അവനേതോ അവതാര പുരുഷനല്ല, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, അവൻ സർവശക്തനാണ്. എമ്മൗസിലേക്ക് കടന്നുപോയ തിരുകുടുംബത്തിന്റെ കൂടെ യേശു കർത്താവ് നടക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ വേഗതയിൽ അവനായി തീർന്നു. ദൈവത്തിന്റെ സ്പീഡ് എന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? ദൈവത്തിന്റെ വേഗത നിങ്ങൾക്ക് അറിയാവോ? അവന്റെ വചനം, അവന്റെ വാക്കുകൾ പ്രകാശത്തെക്കാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാ. പ്രകാശത്തെക്കാൾ അതിവേഗത്തിൽ ഓടുന്നതാ. ഇന്നിപ്പോ ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ന്യൂയോർക്കിൽ ഇരിക്കുന്ന ബ്രദർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. സൗഖ്യം പ്രാപിക്കും. വീട്ടിൽ കിടക്കുന്ന മൈലുകൾക്ക് അപ്പുറത്തു നിന്നായിരിക്കാം നിങ്ങൾ വന്നത്. നിങ്ങളുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യം നടക്കും. എത്രയോ അനുഭവങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്.
എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. ഫോണിലൂടെ US ഇരിക്കുന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടി കൈവക്കാൻ മേല പ്രാർത്ഥിച്ചു. ആ നിമിഷം ആ കൈ സൗഖ്യമായി. കർത്താവ് അവിടെ ചെല്ലാതെ സൗഖ്യം നടക്കുവോ? യേശു തൊടാതെ സൗഖ്യം ഉണ്ടാവുമോ? ഞാൻ ഇവിടുന്ന് അമേരിക്ക വരെ പോകണമെങ്കിൽ എത്ര ഫ്ലൈറ്റ് മാറി കയറണം? എത്ര മണിക്കൂർ ഉറക്കം ഉളച്ചതിൽ കുത്തിയിരിക്കണം? എത്ര മണിക്കൂർ എടുക്കും? ഫ്ലൈറ്റ് പതുക്കെയാണോ പോന്നേ? ഫ്ലൈറ്റ് പതുകയാണോ പോന്നേ? എത്ര അടി ഉയരത്തിലാത് പറക്കുന്നേ? എത്ര മൈൽ സ്പീഡിലാത് പോന്നേ? എന്നിട്ട് പോലും 24 മണിക്കൂർ എടുക്കും ഒരു മനുഷ്യൻ അവിടെ ചെല്ലാൻ കുറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഇവിടെ എന്ന് പ്രാർത്ഥിച്ചാൽ US ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ സ്പോട്ടിൽ ഹീലാകുന്നെങ്കിൽ ദൈവത്തിന്റെ സ്പീഡനാ, ദൈവത്തിന്റെ സ്പീഡനാ, ദൈവത്തിന്റെ വേഗത എന്താ? സൂപ്പർ സോണിക് റോക്കറ്റുകളെക്കാൾ അവൻ വേഗതയുള്ളവനല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത്ര വേഗത്തിൽ ചലിക്കുന്ന ദൈവം, ഇത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് അവൻ മനുഷ്യന്റെ കൂടെ നടക്കുക. മനുഷ്യൻ ദൈവത്തിന്റെ വേഗതയിലേക്ക് ഉയരാത്ത കാരണം കൊണ്ട് ദൈവം മനുഷ്യന്റെ വേഗതയിലേക്ക് ഇറങ്ങി വന്നവനാണ് പുത്രനായ യേശു. മനുഷ്യൻ ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് ദൈവം മനുഷ്യന്റെ കൂടെ നടക്കാൻ തീരുമാനിച്ചതാണ് കർത്താവായ യേശു. He is Jesus. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. അടുത്തതിലേക്ക് വരാം. Amen. Why was Jesus Christ incarnated? Why Jesus came in a bodily form? Pastor has many friends across the secular realm, and people ask different sorts of questions. If your Jesus Christ is God, then how can he die? And if Jesus Christ is God, he became a curse on the cross, and you are maybe following a cursed God. And how can that happen? How it makes sense? Such kind of crucial questions relating to faith are asked by different people, and maybe you are also thinking such questions. If Jesus Christ is God, how can he die? If Jesus Christ became a curse, how can he take away my curse? The answer is given by Paul in Hebrews chapter 2 verse 14 following. Therefore, since the children share in flesh and blood, he himself likewise also partook of the same, so that through death he may destroy the one who has power over death, that is the devil. What is the reason? How did Jesus Christ become a curse, and why did Jesus Christ die? And it is said, children share in flesh and blood. Since the whole of the human beings, the humanity is in flesh and blood, Jesus Christ had to come down as a human being in flesh and blood, because without shedding of the blood there's no redemption. Any liberation party you look, there will be a martyr whose blood is the base for that party. And same, Jesus Christ has shed his blood, and this church, this movement has been built upon the blood of Jesus Christ that was shed on the cross. And as an example said by pastor, while making tea, you might have dropped 1 or 2 granules of sugar, and all of the ants came there. And how did they know that there was a food there? One ant came, and that ant gave the information to other ants, and a group of ants come. Why? A crow cannot give an information of a sugar to an ant. Only an ant can give the information of a food to another ant. Same like that, Jesus Christ came down as human being. Why? He came here, he lived like a human, he walked like a human, he talked like a human, he spoke like a human, he slept like a human, he wept like a human. He identified totally with the human being, so that human beings can look at the cross and look at Jesus Christ and understand here is God who has died for us. And to understand that fully, to comprehend that fully in flesh and blood, that is the reason why Jesus Christ came as a human being to the face of the earth. The best example you find in Luke chapter 24.
the journey of Cleopas and his wife from Jerusalem to Emmaus, 7 miles from Jerusalem to Emmaus, they were moving, and it is said, it is written there, Jesus Christ began to walk closely with them. Jesus Christ talked with them. Jesus Christ adjusted to the speed of the mere mortal human beings. Do you know the speed of God? The word of the Lord travels faster than light. When you are praying here, wherever you are, or if we are praying here, sitting here in India and praying for a person in the United States, instantaneously healing happen. How does that happen? It has to take at least 24 hours if you go to United States by aircraft and touch that person and pray. But when you in faith pray here, it happens all of a sudden, instantaneously. How that happens? Because the word of the Lord, Christ, Jesus Christ, travels faster than light. He was the one who made the light. He is quicker than the lightning. That is the reason. And think about Jesus Christ adjusting to the speed of the humanity. Since we cannot cope up with the speed of Jesus Christ, since we cannot comprehend the magnitude of God, since we cannot understand and fathom who God is, God came down to our standard. He came down as human beings so that we can understand who God is. Jesus Christ should come to the earth as a human being so that you can understand who God is. Jesus Christ ഈ revealed God. ദൈവികമായ പദ്ധതി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, അതിന്റെ പ്രാരംഭത്തിൽ 3-ാം അധ്യായത്തിൽ തന്നെ ദൈവം ഒരുക്കിയ വലിയൊരു പദ്ധതിയാണ്. മനുഷ്യനെ സാത്താൻ വഞ്ചിക്കുമ്പോൾ, മനുഷ്യനെ സാത്താൻ പാപത്തിലാക്കുമ്പോൾ, അവന്റെ തേജസ്സിനെ പിശാച് നഷ്ടപ്പെടുത്തുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ആ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും കൂടെ അവളുടെ സന്തതിക്കും ഒരു ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും. അവിടെ നിങ്ങൾക്കറിയാം, ആദവും ഹവ്വയും മാത്രമേ ഉള്ളൂ, വേറെ ആരെയില്ല. മനുഷ്യനായിട്ട് അവിടെ ആരെയില്ല. അവൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടാമത് ഒരു വ്യക്തിത്വത്തെ പിതാവായ ദൈവം അവിടെ വെളിപ്പെടുത്തുന്നു. അവൻ വരുന്നുണ്ട്, ഒരുവൻ വരുന്നുണ്ട്. അവൻ വന്ന് പിശാചേ നിന്റെ തലയെ തകർത്തിരിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ കാണുന്ന പല യാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അബ്രഹാം ഇസഹാക്കിന് ഏകപുത്രനെ യാഗം കൊടുത്തില്ലേ? ആ യാഗവും ക്രിസ്തുവിന് നിഴലാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ എനിക്ക് ഭയങ്കരമായി ഞാൻ ചിന്തിച്ച ഒരു അതിശക്തമേറിയ ഒരു വെളിപ്പാടുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം ആദത്തിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. നേരത്തെ അവർക്ക് ഒരു ഉടുപ്പുണ്ടായിരുന്നു. 3 ഡ്രസ്സാണ് ഇപ്പോൾ ചേഞ്ച് ആയത്. ആദ്യത്തെ ഡ്രസ് ഏതായിരുന്നു? ഗ്ലോറി, ദൈവമഹത്വമായിരുന്നു അവരുടെ വസ്ത്രം. ഈ മഹത്വത്തെ അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ഡ്രസ് അവർ തന്നെ ഉണ്ടാക്കി. അതേതായിരുന്നു? അത്തിയുടെ ഇല കൊണ്ട് ഒരു ഡ്രസ് ഉണ്ടാക്കി. എന്നാൽ അത്തിയുടെ ഇല കൊണ്ടുണ്ടാക്കിയ ഡ്രസ് സ്വർഗത്തിലെ ദൈവം മാറ്റിച്ചിട്ട് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ആദത്തിനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കണമെങ്കിൽ അവിടെ ഏതോ ഒരാടോ പശുവോ കൊല്ലപ്പെട്ടിട്ടില്ലേ? അവിടെ ഏതെങ്കിലും ഒരു മൃഗം മരിക്കണ്ടേ? ഒരു മൃഗം മരിക്കാതെ, ഏതെനിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ കൊല്ലാതെ ആദത്തിനും ഹവ്വയ്ക്കും തോലുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ യാഗം, ആദ്യത്തെ വേദപുസ്തകത്തിനകത്തെ കായീന് മുൻപേ പഠിച്ചോണം, ഉറക്കം തൂങ്ങി ഇവിടെ ഇരിക്കുന്നവരും പഠിച്ചോണം. കായീന് മുൻപേ വേദപുസ്തകത്തിനകത്ത് ആദ്യം മരണപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഒരു മൃഗമായിരുന്നു. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ മരണം അതൊരു മൃഗത്തിന്റെ മരണ. ആ മൃഗത്തിന്റെ പേരവിടെ എഴുതിയിട്ടില്ല.
പക്ഷേ ആ മൃഗത്തിന്റെ തോലെടുത്താണ് ദൈവം അവരെ ഉടുപ്പിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരാട്ടുകൊറ്റൻ ഇവരുടെ വസ്ത്രത്തിനായി സ്വർഗത്തിലതയോടെ യാഗമാക്കിയെങ്കിൽ അതും യേശുവിന് നിഴലായിരുന്നു, അതും കർത്താവിന് നിഴലായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവിടെ ആട്ടുകൊറ്റന്റെയോ കാളക്കിടാവിന്റെയോ തോലുരിഞ്ഞ് ആദത്തിനും ഹവ്വയ്ക്കും വസ്ത്രമായി തീർന്നപ്പോൾ കാൽവറി ക്രൂശിൽ പുത്രൻ അറുക്കപ്പെട്ട കുഞ്ഞാട് യാഗമായി തീർന്നപ്പോൾ നിന്റെ മീളിൽ വീണ വസ്ത്രം ഏതാണെന്നറിയാമോ? ഗ്ലോറി. നിന്റെ അകത്ത് വന്ന വസ്ത്രം ഏതാണെന്നറിയാമോ? ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് അവൻ നിന്നെ ഉടുപ്പിച്ചു. തന്റെ മരണത്താൽ പിശാചിന്റെ അധികാരങ്ങളെ നീക്കി ജീവപര്യന്തം. ഇവിടെ ഞാനൊരു 2 മിനിറ്റ് നിൽക്കാൻ പോവാ. കർത്താവിന്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകി, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം. യേശുവിന്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ സസ്പെൻഡ് ചെയ്തു, അവന്റെ പ്രവർത്തികളെ ഇല്ലാതെയാക്കി. എന്നിട്ട് മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. ക്രൂശിൽ സംഭവിച്ചത് എന്താണ്? പുത്രന്റെ മരണത്തിലൂടെ സാധ്യമായത് എന്താണ്? വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിൽ കിടന്നവരെ അവൻ വിടുവിച്ചു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മരണത്തിന്റെ ഭീതികൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? മരണഭീതിയിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ആകുലതകൾ നിങ്ങളുടെ അകത്തുണ്ടോ? കർത്താവേ, ഈ മരണഭീതിയിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തത്തോടു കൂടിയവനായി ഭൂമിയിൽ വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായി കിടന്നവരെ അവൻ വിടുവിച്ചു. വിടുവിച്ചു. You are already delivered. You are delivered by the name of Jesus. You are delivered in the mighty name of Jesus. You are blessed in the mighty name of Jesus. ആ വിടുതൽ സ്വർഗം നിങ്ങൾക്ക് നൽകിയെങ്കിൽ അതൊന്ന് കൈകൾ അടിച്ച് സ്വീകരിക്കാമോ? നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അതൊന്ന് സ്വീകരിക്കാമോ? വിടുവിച്ചു. You are delivered. Hallelujah. നമ്മൾ പാടാറില്ലേ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി വിട്ടു വീതി തീർത്ത നാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതിന്റെ കാരണം മക്കൾ, ഞാൻ, നിങ്ങൾ, ഓരോ ജാതിയോ മതമോ ഏതോ ആകട്ടെ, നിങ്ങൾ ഓരോരുത്തരും ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവൻ എന്തിനായി ശാപത്തിന്റെ അടയാളമായി കുരിശിനെ എടുത്തു? മാനവകുലത്തിന്റെ മുഴുവൻ മേളിൽ വീണ ശാപത്തെ നീക്കുവാൻ അവൻ ആ ക്രൂശ് എടുക്കാതെ സാധ്യമാകില്ല പ്രിയരെ. ആ ക്രൂശ് അവൻ ചുമന്നതിനാലാണ് മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിന് കീഴിൽ കിടന്ന നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെയും എന്റെ മേൽ വരേണ്ടതിന് അവൻ ചെയ്തു. ഹല്ലേലൂയ. എന്റെ യേശു ശാപഗ്രസ്തനല്ല. എന്റെ യേശു എന്റെ ശാപത്തെ മാറ്റിയവനാണ്. എന്റെ യേശു പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനല്ല, ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. അവൻ സർവശക്തനായ ദൈവം. യേശു ക്രിസ്തു സമ്പൂർണനായ ദൈവം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, അവൻ ശലോമോനേക്കാൾ വലിയവൻ. താങ്ക് യു ലോർഡ് ജീസസ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 42-ാമത്തെ വാക്യം. മത്തായി 12:42. തെക്കേ ന്യായവിധിയിൽ ഒരു തലമുറയോട് ഒന്നിച്ച്
ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. വായിക്കാം. ഈ തലമുറയിൽ ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അന്നത്തെ കാലഘട്ടത്തിൽ യേശു കർത്താവ് ശലോമോനേക്കാൾ വലിയവനാണെന്നൊരു പ്രസ്താവന വെളിപ്പെടുത്തിയാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ജ്ഞാനവും പ്രതാപവും സമാനപരമായ ഭരണവും കൊണ്ട് ജനത്തെ നയിച്ച മനുഷ്യനാണ് ശലോമോൻ. ഇത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവോ? ഇത്രയും ധനവും സമ്പത്തുമുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നുവോ? ആനക്കൊമ്പുകൾ കൊണ്ട് തീർത്ത സൗധങ്ങളും ചന്ദനത്തടികൾ കൊണ്ടും ഈട്ടിത്തടികൾ കൊണ്ട് പണിഞ്ഞ സൗധങ്ങളും തന്റെ കൊട്ടാരത്തിനകത്തിരിക്കുന്ന ഓരോ തടി കഷ്ണങ്ങൾക്ക് വരെ ലക്ഷങ്ങളുടെ വിലയായിരുന്നു. ഇത്രയും സൗധങ്ങളുള്ള, ഇത്രയും ജ്ഞാനമുള്ള, ഇത്രയും ശക്തനായ, ഇത്രയും സമ്പന്നനായ ഒരു ഭരണാധികാരി വേറെ ആരുണ്ടായിരുന്നു? ശലോമോനെ പോലെ. ആ ശലോമോനെ അങ്ങോട്ട് താഴെ മാറ്റി നിർത്തിയിട്ട് യേശുവിനെ വിരൽ ചൂണ്ടി പറയുന്നു, ഇവൻ ശലോമോനേക്കാൾ വലിയവൻ. എന്തുകൊണ്ട് അവൻ ശലോമോനേക്കാൾ വലിയവനായി? ജ്ഞാനത്തിൽ അവൻ ശലോമോനേക്കാൾ വലിയവൻ, ധനത്തിൽ അവൻ ശലോമോനേക്കാൾ വലിയവൻ. ക്രിസ്തുവേശുവിന്റെ സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, ശലോമോൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ യേശു ശലോമോന്റെ ദൈവമായിരുന്നു. ശലോമോൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ യേശു ശലോമോന്റെ സ്രഷ്ടാവായിരുന്നു. ശലോമോൻ ശക്തനായ രാജാവായിരുന്നെങ്കിൽ യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ശലോമോൻ ഈ ഭൂമിയിൽ എത്ര സമ്പന്നനും പണക്കാരനും ഉന്നതനും ഉന്നത കുലജാതനുമായിരുന്നെങ്കിലും ശലോമോൻ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ തിരിച്ചറിയുക, യേശു ശലോമോനേക്കാൾ അവൻ വലിയവൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. മോശ ഇസ്രായേൽ ജനതയുടെ വിമോചകനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ വിമോചകനായിരുന്നു. എന്തുകൊണ്ട് അവൻ മോശയേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞു? മോശ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഇസ്രായേൽ ജനതയുടെ മാത്രം വിമോചകൻ. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്കും ഈ ലൈവ് കാണുന്നവർക്കും ലോകമെമ്പാടുമുള്ള എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും, അവൻ സർവ്വലോകത്തിന്റെ വിമോചകൻ. യേശുക്രിസ്തു സർവ്വലോകത്തിന്റെ വിമോചകൻ. മോശ ദൈവിക ദർശനം ലഭിച്ച മനുഷ്യനായിരുന്നെങ്കിൽ യേശുക്രിസ്തു ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. മോശ വിഷനകത്ത് നിന്നു, യേശു കർത്താവ് പിതാവിനോട് കൂടെ ഇരുന്നവനായിരുന്നു. മോശ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു. മോശ ഒരു കേവലം പ്രവാചകനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവനായിരുന്നു. മോശ ഇസ്രായേലിനെ കനാനിലേക്ക് നയിച്ചെങ്കിൽ, ശ്രദ്ധിക്കുക, മോശ ഇസ്രായേലിനെ കനാനിലേക്ക് നയിച്ചെങ്കിൽ യേശു ക്രിസ്തു മാനവകുലത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. മോശ ദൗത്യനായിരുന്നെങ്കിൽ ക്രിസ്തു സ്വർഗീയനായിരുന്നു. മോശ സൃഷ്ടിയായിരുന്നെങ്കിൽ യേശു ക്രിസ്തു സൃഷ്ടാവാണ്. മോശ ഭൃത്യനായിരുന്നെങ്കിൽ യേശു പുത്രനും അവകാശിയുമാണ്. മോശ ഭവനം ചമച്ചവനല്ല, ക്രിസ്തു ഭവനം ചമച്ചവനാണ്. മോശ മരിച്ചു, ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. മോശ യേശുവിനെ സന്ദർശിച്ചു, യേശു ക്രിസ്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരെയും പാതാളത്തിൽ ചെന്ന് ഉദ്ധരിച്ചു. അവൻ മോശയേക്കാൾ വലിയവൻ, അവൻ ശലോമോനേക്കാൾ വലിയവൻ, അവൻ ദാവീദിനേക്കാൾ വലിയവൻ, അവൻ യാക്കോബിനേക്കാൾ വലിയവൻ. യാക്കോബിന്റെ ഉറവകൾക്ക് തീർക്കാൻ കഴിയാത്ത ദാഹം ശമരിയക്കാരി സ്ത്രീയുടെ ദാഹത്തെ തീർത്തവൻ. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ലെന്ന് പറഞ്ഞവൻ, അവൻ യാക്കോബിനേക്കാൾ വലിയവൻ. യേശു ക്രിസ്തു യോശുവയേക്കാൾ വലിയവൻ. I'm coming, pastor. യേശു അബ്രഹാമിനേക്കാൾ വലിയവൻ. Genesis chapter 3 verse 15, we find the seed of the offspring shall bruise the head of Satan. That promise was given in the Garden of Eden, and Jesus Christ came as the fulfillment of that promise to crush the head of Satan. And as the pastor said, 3
dress change happened in the Garden of Eden. They had the glorious apparel which they wore in the beginning, but later because of sin that apparel was taken away, and they themselves made a garment out of the fig leaves. And Jesus and God came down to Garden of Eden and gave them the skin garment. If a skin garment has to come, some sort of animal sacrifice should happen, and that skin was used to cover the shame of the first forefathers. And as you come down, this animal sacrifice, it typified Jesus Christ dying at the Calvary cross, and that was typifying that. And today in Hebrews 2 verse 15 it is said, by Jesus Christ's death, Jesus Christ suspended the power of Satan and delivered those people who were in fear of death. And as the pastor said, if you are in some sort of fear of death in your life, believe today, it's not that God is going to deliver you, but God has already delivered you through Jesus Christ, and today you should receive that in faith. And the question still rings in our mind, who is Jesus Christ? Jesus Christ is greater than Solomon, greater than Solomon. This we find in Matthew 12:42. Jesus Christ greater than Solomon. And when Jesus Christ was telling this at that point of time, the people will never believe. People would never believe such a statement. And even throughout the history, King Solomon is venerated as a great king. What was his speciality? He had a great wisdom, and he had a peaceful rule and reign throughout his kingdom. And he was very rich. He had a large palace inlaid with gold and ivory, and such a person was the epitome of the kingship at that point of time and in any generation. But mind you, Jesus Christ is greater than Solomon. Solomon was a normal human being, but Jesus Christ is the creator of Solomon. Solomon was a king, but Jesus Christ is the King of kings and Lord of lords. Solomon was rich. He had a great army. He had a great kingdom, but he died. But Jesus Christ, he died, he resurrected, and he conquered the death. He was greater than Moses. He was greater than Moses. Moses was created by God, but Jesus Christ is the creator God. Moses was called by God, but Jesus Christ was sent by God. Moses was the liberator of the Israelites, but Jesus Christ liberated the whole humankind. Moses had the revelation from God, but Jesus Christ is God himself. He is co-equal with God. Jesus Christ, Moses was a prophet, but Jesus Christ was greater than the prophet. Moses was a servant, but Jesus Christ is the son and heir. Moses led the people into Canaan, the promised land, but Jesus Christ leads people into heaven. He is the way to heaven. Moses was faithful in the house of God, but Jesus Christ was the master builder of the house of God. Moses died on the face of the earth, but Jesus Christ died. He conquered death, and he was triumphant over death, and he was resurrected. And Moses visited Jesus Christ while he was on this earth, but Jesus Christ descended into paradise. He beheld Moses and other prophets. He led them out and he liberated them. Oh, who Jesus is! Jesus is great. See how much great Jesus is. ഹല്ലേലൂയ. അവൻ അബ്രഹാമിനേക്കാൾ വലിയവൻ. ഇത് അവൻ ശലോമോനേക്കാൾ വലിയവൻ. യേശു മോശയേക്കാൾ വലിയവൻ. യേശു അബ്രഹാമിനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ പരീശന്മാർ വെറുതെ ഇരുന്നില്ല. യേശു അബ്രഹാമിനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ സാഹചര്യം മറ്റൊന്നല്ല. യേശു കർത്താവ് ഒരു പാപിനിയായ സ്ത്രീക്ക് വിമോചനവും വിടുതലും കൊടുത്തു കഴിഞ്ഞപ്പോൾ, യേശു കർത്താവ് അവളെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, ആ പരീശ സമൂഹം മുഴുവൻ യേശുവിനെതിരായി തീർന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത്, Gospel of John chapter 8 verse 53, യോഹന്നാൻ 8:53 അവർ ചോദിക്കുകയാണ്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? 53 വാക്യത്തിൽ വായിക്കാം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനാണോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു,
നിന്നെ തന്നെ നീ ആർ ആക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. 58 വാക്യം വായിച്ചേ ദൈവദാസനെ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് നീ പറഞ്ഞു. അബ്രഹാമിനേക്കാൾ വലിയവനോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ കാരണത്തെ അടിച്ചതുപോലത്തെ ഒരു ഉത്തരം കിട്ടിയേ. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം താഴെ ഭൂമിയിൽ നിന്ന് പരീക്ഷന്മാർ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ സ്വർഗത്തിന്റെ പറുദീസയിലിരുന്ന അബ്രഹാമിന് ഈ കേൾവി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളി വന്ന് പറഞ്ഞേനെ, സോറി ബ്രദർ, ഒന്ന് മാറിയെന്ന്, ആളറിയാതെ സംസാരിക്കരുത്. ഹല്ലേലൂയ. എന്റെ സൃഷ്ടാവാണ് ഈ നിൽക്കുന്നത്, എന്റെ ദൈവമാണ് ഈ നിൽക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ സകലവുമാണ് ഈ നിൽക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന എന്റെ ആരാധന പുരുഷനാണ് ഈ നിൽക്കുന്നത്, എന്റെ സർവമാണ് ഈ നിൽക്കുന്നത്. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. അവൻ സകലത്തിലും ആദ്യജാതനായവൻ. അങ്ങനെയാണെങ്കിൽ യേശു ആദാമിനേക്കാൾ വലിയവനാണ്. Praise God. കാരണം അവൻ ഒടുവിലത്തെ ആദമാണ്. നിങ്ങൾക്കറിയുമോ, ഒന്നാമത്തെ ആദം മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. എന്നാൽ ഒടുവിലത്തെ ആദം ആദാമ്യ വർഗത്തിന്റെ പാപ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രനായ ആദം ദൈവത്തിന്റെ പുത്രനായിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവം വേഷത്തിൽ മനുഷ്യനായി പുത്രനായി ഈ ഭൂമിയിലേക്ക് ഒടുവിലത്തെ ആദമായി കടന്നു വരുമ്പോൾ അവൻ മൺമയനായിട്ടല്ല വിൺമയനായിട്ടാ വന്നത്. ആദത്തെ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയത് മണ്ണ് കൊണ്ടാ. പക്ഷേ ഒടുവിലത്തെ ആദമായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ മണ്ണിൽ നിന്നല്ല വന്നത്, അവൻ വിണ്ണിൽ നിന്നാണ് വന്നത്. അവന്റെ ശരീരം മൺശരീരമല്ല. കാരണം പുരുഷന്റെയും സ്ത്രീയുടെയും ഇഷ്ടത്താൽ ജനിച്ചവനല്ല, പരപുരുഷ ബന്ധത്തിൽ ജനിച്ചവനല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായി വരുമ്പോൾ അവന്റെ ശരീരം ദൈവിക ശരീരമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ മണ്ണിലടക്കാതെ പ്രവചന നിവർത്തീകരണത്തിന് എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ലെന്ന വാഗ്ദത്തം നിറവേറാൻ യേശുവിനെ അരിമത്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലിനകത്ത് വെട്ടിയ കല്ലറയിൽ കൊണ്ടുവച്ചത്. കാരണം മണ്ണോട് മൺചേരാൻ അത് മൺശരീരമല്ല, അത് വിൺ ശരീരമാണ്. ഒന്നാമത്തെ ആദം മണ്ണ് കൊണ്ടുള്ളവൻ, ഒടുവിലത്തെ ആദം വിണ്ണിൽ നിന്ന് വന്നവൻ. ഒന്നാമത്തെ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുവിലത്തെ ആദമായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. ജീവിപ്പിക്കുന്ന ആത്മാവ്. വായിക്കാവോ ദൈവദാസനെ? 1 കൊരിന്ത്യർ 15 അതിന്റെ എനിക്ക് തോന്നുന്നു 45 വാക്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേഗത്തിൽ വായിക്കണം. 1 കൊരിന്ത്യർ 15:45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാമത്തെ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു, ഈ ഭൂമിയിൽ എഴുന്നേറ്റു, ആദിമ മനുഷ്യനായി. എന്നാൽ ഒടുവിലത്തെ ആദമായ ക്രിസ്തു അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. ആദാമ്യവർഗം നഷ്ടപ്പെടുത്തിയ ദൈവീക ജീവൻ യേശു ക്രിസ്തുവിലൂടെ തിരിച്ചു വരികയാണ്. ഒടുവിലത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായതുകൊണ്ടാണ് പുതിയ നിയമസഭയാകുന്ന ജീവിപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് സൂമിലോ യൂട്യൂബിലോ ലൈവിലോ കേൾക്കുന്നവരും ഈ ചർച്ചിലിരുന്ന് ശ്രദ്ധിക്കുന്നവരും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരെങ്കിൽ, യേശു കർത്താവ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു ജീവൻ, പൈശാചിക മണ്ഡലങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു ജീവൻ, പാരമ്പര്യങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു ജീവൻ, ഈ ലോകത്തിലെ ഒരു രോഗങ്ങൾക്കും വൈറസുകൾക്കും ജയിക്കുവാൻ കഴിയാത്ത ഒരു ജീവൻ, സകലത്തെയും തോൽപ്പിച്ച ഒരു ജീവൻ, സകലത്തെയും അതിജീവിച്ച ഒരു ജീവൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിന്റെ ആത്മാവിൽ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി ഇന്ന് പകൽ പറയും, ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നു.
മരിച്ചുപോയ ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഈ ജീവൻ അവനിൽ വ്യാപരിച്ചു. 4 ദിവസം പഴക്കമുള്ള ശവശരീരം ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. അവന്റെ കെട്ടഴിച്ചു വിട്, അവൻ നടന്നു പോകട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവേദോ കുടുംബങ്ങളോട്, വ്യക്തികളോട് പ്രവചന ദൂതായി പറയുന്നു, വർഷങ്ങളായി പിശാച് നിന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന സകല ലോക്കുകളെയും ഇന്ന് പകൽ ഈ ജീവന്റെ ആത്മാവ് തകർക്കും. വർഷങ്ങളായി നിന്റെ കുടുംബത്തെയും നിന്റെ ആത്മീയ ജീവിതത്തെയും നിന്റെ അനുഗ്രഹത്തെയും നിന്റെ ഭർത്താവിനെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭാര്യയെയും നിന്റെ തലമുറയും ബന്ധിച്ചിരിക്കുന്ന സകല ലോക്കുകളും ഒടുവിലത്തെ ആദമായ ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ അകത്തേക്ക് വ്യാപരിക്കുമ്പോൾ അതവിടെ തകർന്നു മാറി. വ്യാപരിക്കട്ടെ ആ ജീവൻ, ആത്മാവിൽ വ്യാപരിക്കട്ടെ ആ ജീവൻ. എല്ലാം മരിച്ച ആത്മീയതയും തിരിച്ചു വരട്ടെ, എല്ലാം മരിച്ച പ്രാർത്ഥനയും തിരിച്ചു വരട്ടെ, എല്ലാ ചത്തുപോയ ആത്മീയതയും ജീവൻ പ്രാപിക്കട്ടെ, എല്ലാ ചത്തുപോയ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. യോഹന്നാൻ 10:28 അതാ കർത്താവ് പറഞ്ഞത്. വായിക്കാം, പെട്ടെന്ന് വായിക്കണം, നേരെയില്ല. യോഹന്നാൻ 10:28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ആദമിൽ എല്ലാവരും പാപികളായി തീരുന്നു, ക്രിസ്തുവിൽ എല്ലാവരും വിശുദ്ധരായി മാറുന്നു. സ്തോത്രം. രക്തസ്രവമുള്ള ഒരു സ്ത്രീ, അവളെ സംബന്ധിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് സന്ധ്യ വരെ ഞാൻ അശുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് പെരക്കകത്തിരിക്കേണ്ട മകൾ, പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്തവൾ, പുറത്തിറങ്ങിയാൽ ആരും തൊടാനോ തൊടപ്പെടാനോ അനുവാദമില്ലാത്തവൾ, പുരുഷാരത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് കർത്താവിന്റെ വസ്ത്രാംഗരം തൊട്ടപ്പോൾ അവൾ ശുദ്ധി പ്രാപിച്ചു, അവൾ ശുദ്ധിയായി തീർന്നു. പ്രൈസ് ഗോഡ്. പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തെ തൊടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ അവിടെ ചെന്നാൽ ദൈവം അശുദ്ധമാകും അത്രേ, അവരുടെ ദൈവം അശുദ്ധനാകും അത്രേ. പക്ഷേ യേശുവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? എത്ര അശുദ്ധനും അവനെ തൊട്ടാൽ വിശുദ്ധരാകും, എത്ര അശുദ്ധനും അവനെ തൊട്ടാൽ വിശുദ്ധരാകും, എത്ര പാപിയും അവനെ തൊട്ടാൽ വിശുദ്ധരായി തീരും. ഹല്ലേലൂയ. അതാ റോമർ 5:17 പൗലോസ് പറയുന്നത്. 5:17, ഏകന്റെ ലംഘനത്താൽ മരണം, ആ ഏകൻ നിമിത്തം വന്നെങ്കിൽ, ആരാണ് ആ ഏകൻ? ആദം കാണിച്ച അനുസരണക്കേടിനാൽ മരണം ആ ആദം നിമിത്തം വന്നെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഓ ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്ന ക്രിസ്തു. ദേഹിയായി തീർന്ന ആദമേ, നീ ദേഹിയായി ഒടുങ്ങിയപ്പോൾ യേശു ക്രിസ്തു ഒടുവിലെത്തിയ ആദം, അവൻ ജീവിക്കുന്ന ആത്മാവായി, ജീവിപ്പിക്കുന്ന ആത്മാവായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആദം കാണിച്ച വ്യവസ്ഥാ ലംഘനം കൊണ്ട് മരണം, മനുഷ്യനെല്ലാം ഭയപ്പെടുന്ന ഒന്നാണ് മരണം, ഏത് വ്യക്തിയും ഭയപ്പെടുന്ന ഒന്നാണ് മരണം. ഈ ലോകത്തിൽ മരണത്തെ ഭയമില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും മരണത്തെ ഭയമുണ്ട്. പ്രൈസ് ഗോഡ്. എത്ര തന്റെ ഇടമുള്ളവനും, എത്ര കഴിവുള്ളവനും, എത്ര വർണ്ണിച്ചാൽ തീരാത്തവനും, എത്ര സെലിബ്രിറ്റിക്കും മരണത്തെ ഭയമുണ്ട്. എന്നാൽ ഈ ഉലകത്തിൽ മരണത്തെ ഭയമില്ലാത്തൊരു കൂട്ടം ഉണ്ടെങ്കിൽ അത് യേശു ആത്മാവിൽ വസിക്കുന്ന കൂട്ടമാണ്. അവരാണ് ദൈവസന്നിധി ചോദിച്ചത്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ? ആമീൻ. ഈർച്ചവാൾ കഴുത്തിലിരിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമല്ല, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല ജീവിക്കുന്നത്, പ്രത്യാശയുള്ളവരായിട്ടാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആദമെന്ന ഏകന്റെ അനുസരണക്കേടിനാൽ മരണം ആ ഏകൻ നിമിത്തം വന്നെങ്കിൽ യേശു ക്രിസ്തു എന്ന കൃപയുടെ, യേശു ക്രിസ്തു എന്ന നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന ക്രിസ്തു എന്ന ഏക നിമിത്തം എത്ര അധികമായി നീ ജീവനിൽ വാഴും. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വാഴ്ച നടത്താനാ. ആദത്തോടും ഹവ്വയോടും ദൈവം എടുത്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വാഴുക, നീ സകലത്തിന്റെ മേലും വാഴുക, നീ സകലത്തെയും നയിക്കുക. മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട വാഴ്ച നയിക്കുവാനുള്ള അധികാരം
പുത്രനായ ക്രിസ്തുവിലൂടെ തിരിച്ചു പിടിച്ചെങ്കിൽ, അത് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ, പൈശാചിക മണ്ഡലം നിന്റെ കുടുംബത്തെ വാഴുകയല്ല, പൈശാചിക മണ്ഡലത്തിന്റെ മേൽ നീ വാഴുകയാണ്. ഇരുൾ നിന്റെ ജീവിതത്തിൽ വാഴുകയല്ല, ഇരുളിന്റെ മേൽ നീ വാഴുകയാണ്. രോഗം നിന്റെ മേൽ വാഴുകയല്ല, നീ രോഗത്തെ ജയിക്കുകയാണ്. പാപം നിന്റെ മേൽ വാഴുകയല്ല, നീ പാപത്തെ ജയിക്കുകയാണ്. ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ പറയും, യേശു ആദമിനേക്കാൾ വലിയവനാകയാൽ സകലത്തിൽ വാഴ്ച നടത്തുവാൻ ക്രിസ്തു എന്നിൽ വന്നിരിക്കുന്നു. Jesus Christ is greater than Abraham. John 8:53, the people asked, are you greater than Abraham? Have you seen Abraham? These were the questions asked against Jesus Christ because of his preaching. And in verse 58, he stands tall and says, amen, amen, I say unto you, I was before Abraham. As the dear pastor said, if Abraham was hearing this, he will come down and say, oh, you have mistaken the person. He is the creator of myself. So please heed to him. That is the kind of stature Jesus has even before Abraham, he who is venerated as the forefather of the Hebrew faith. And as you move forward, who is Jesus? Jesus Christ is greater than Adam. Greater than Adam. Adam was made of the clay of the earth. He was made from the earth. But the last Adam, that is Jesus Christ, he is from heaven, and he did not come here by the will of the parents, but the Lord prepared for him a body, and he came incarnated in that. And his body did not decay or disintegrate, because that body was prepared by the God, and it cannot decay. And it was in that stone sepulcher, because of the fact that the prophecy was said it will never be decayed. And the first Adam, the Adam of the paradise, he became a living being, a living person, a living soul. But Jesus Christ, the last Adam, he became the life-giving spirit. The life-giving spirit. Yes. You and I are here because Jesus Christ was the life-giving spirit. Yes. And in today's your dead situation, whatever it may be, maybe your family is in a dead situation, your body is in a dead situation, and anything, your prayer is in a dead situation, your family, finances, your children, maybe it's in a dead situation, and this life-giving spirit can bring it back to life. That is the power of the life-giving spirit of Jesus Christ. If you believe it today, that can happen into your life. John 10:28, I give eternal life, and they shall never perish. No one can pluck you out of the hand of Jesus Christ, because he is the life-giving spirit. Adam, all became sinners, all became unclean because of Adam. But think about Jesus Christ. All who come to Jesus Christ will be cleansed. That was the incident that happened with the woman with the hemorrhage. She was touching at the helm of the cloth of Jesus Christ, and she was instantly healed. How? Because the cleansing power, the sanctification, it happens from him into human beings. He is not polluted by human beings. He changes the pollution of human beings. And death came through Adam, and we find in Romans 5:17, by the abundance of grace in Christ Jesus, you reign in life. Beloved children of God, you are called to reign. You are called to rule. No sickness can ever rule in your life. No financial crisis can ever rule in your life. No Satan can rule over your children. No Satan can rule your ministry. You will be ruling over Satan. You will be trampling the scorpions and demons and all the dark forces of the earth. And all human beings have this fear of death. But we people who have Jesus Christ in us, we will say, oh death, where is your victory? Oh death, where is your sting? As Paul says, we will together say with Paul, I have fought a good fight, and I have run a race. I have finished my race, and there is a greater crown of life that is waiting for us. That is the power, and that is the confidence we have, because the life-giving spirit is ruling inside us. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, ദൈവം മരിക്കുമോ? ഞാൻ എവിടെയാണ് ആ വിഷയത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ദൈവം, യേശു ആരാണ്?
യേശു മരിച്ചത് അവൻ ദൈവമല്ലാഞ്ഞല്ല, യേശു മരിച്ചത് എനിക്ക് പകരമായിട്ടാണ്. വാസ്തവത്തിൽ യേശുവിന്റെ മരണം ഒരു അപകട മരണമാണോ? അല്ല. ആക്സിഡന്റ് ആണോ? അല്ല. വേദപുസ്തകത്തിനകത്ത് സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുക. പലയിടത്തും പരാമർശിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. 1 യോഹന്നാൻ 2:1 വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതീയ ഭരണകൂടത്തിൽ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മനസ്സിലാകും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെയും പാപത്തിന് തന്നെ. ഇതാ എബ്രായർ 2:17 പറയുന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനാകുന്നു. റോമർ 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നു, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്താണ് പ്രായശ്ചിത്ത മരണം? പകരമരണം. പകരമരണം, പ്രായശ്ചിത്തം, പകരമായി ചെയ്യുക. ഞാൻ മരിക്കേണ്ടടുത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ തകർക്കപ്പെടേണ്ടടുത്ത് യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഞാൻ മാനിക്കപ്പെടുവാൻ അവൻ നിന്ദകൾ ഏറ്റുവാങ്ങി. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അവൻ ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിനെ വഹിച്ചു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അവനെന്നാ എഴുതിയിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചത്. ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ 2 ആളുടെ പേര് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവർക്കുമായി ഒരുവൻ ഉയർത്തു എന്ന് പൗലോസ് പറഞ്ഞിട്ട് അതാരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. കാരണം അത് ലോകത്തിലെ സകല മനുഷ്യർക്ക് അറിയാം. മാനവകുലത്തിന് വേണ്ടി, സംഘടനയ്ക്കല്ല, നേതാക്കന്മാർക്ക് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, മാനവകുലത്തിന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ഒരുവനെ മരിച്ചിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മരണത്തെ ജയിച്ചിട്ട് ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ഉലകത്തിലെ സകല മഹാന്മാരുടെയും പണ്ഡിതന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും കബറുകളും കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഉലകത്തിൽ ഒരേ ഒരു കല്ലറയെ തുറന്നു കിടപ്പുള്ളൂ, അത് യേശുവിന്റെ കല്ലറയാണ്. അവൻ മാത്രമേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുള്ളൂ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ പറയണം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഞാൻ പൊതുവെ പറയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വീണ്ടും പറയണം, അധരം തുറന്ന് കരമുയർത്തി, എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കും. വായ് തുറന്നു പറഞ്ഞു, എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കും. എനിക്കായി ജീവൻ തന്നവനെ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എനിക്കായി ഉയർത്തെഴുന്നേറ്റവനെ ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും. എനിക്കായി ഉയർത്തവനെ ഞാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തും. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. അവൻ ശലോമോനേക്കാൾ വലിയവൻ, അവൻ മോശയേക്കാൾ വലിയവൻ, അവൻ ദാവീദിനേക്കാൾ വലിയവൻ, അവൻ സകല പ്രവാചകന്മാരെക്കാളും വലിയവൻ. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചന വിഷയമായിരുന്നു ബ്രദർ യേശു ക്രിസ്തു. അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനെന്ന് ഞാൻ പറഞ്ഞ എന്താ? എല്ലാ പ്രവാചകന്മാരും നിഴലായി പ്രവചിച്ചവനായിരുന്നു യേശു ക്രിസ്തു. പ്രവാചകന്മാരുടെ ഭാവി പ്രത്യാശയായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ദൈവദാസൻ വായിച്ച വാക്യത്തിൽ എടുത്തു പറഞ്ഞത്, അവൻ യോനയേക്കാൾ വലിയവൻ. യോന പ്രവാചകനായിരുന്നു, അവൻ യോനയേക്കാൾ വലിയവൻ. വേദപുസ്തകത്തിലെ പഴയ നിയമ ചരിത്രവുമായി പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലാണ് ആ കഥാപാത്രത്തെ കാണുന്നതെങ്കിലും യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ കണ്ണിയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പഴയ നിയമത്തിലെ അവസാനത്തെ കണ്ണിയാണ് ജോൺ ദി ബാപ്റ്റിസ്റ്റ്. ഈ യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകൻ പറഞ്ഞത് എന്താ? മത്തായി 11:9, എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു. എന്നിലും
ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു. പ്രവാചകന്മാർ മുഴുവൻ പറയുന്നു, യേശു ഞങ്ങളിലും ബലവാനായവൻ. ഞങ്ങളുടെ പ്രവചന വിഷയം അവനായിരുന്നു, ഞങ്ങളുടെ ഭാവി പ്രത്യാശ അവനായിരുന്നു. അങ്ങനെ അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനായി, അവൻ പ്രവചന വിഷയമായി, പ്രവാചകന്മാരുടെ പ്രത്യാശയായിരുന്നു എങ്കിൽ, അവൻ യോനായേക്കാൾ വലിയവനായിരുന്നെങ്കിൽ, അവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായിരുന്നെങ്കിൽ, യോഹന്നാൻ സ്നാപകൻ പോലും എന്നേക്കാൾ ബലവാൻ എന്റെ പിന്നാലെ വരുന്നെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഏതോ ഒരു പ്രൊഫറ്റാണ് ജീസസ് എന്ന്? ഏതോ ഒരു പ്രവാചകനാണ് ക്രിസ്തുവെന്ന്? അവൻ പ്രവാചകന്മാരുടെ പ്രവചന വിഷയമായിരുന്നു. യെശയ്യാവ് തുടങ്ങിയ സകല പ്രവാചകന്മാരും അവനെ കുറിച്ച് പ്രവചിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്നവൻ, അവൻ രാജാതി രാജാവ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ ജനനത്തിങ്കിൽ യേശു കർത്താവിനെ കാണാൻ 3 കൂട്ടർ കടന്നു വന്നു. ഒരു കൂട്ടർ കടന്നു വന്നു, ആട്ടിടയന്മാർ കടന്നു വന്ന് 3 കൂട്ടം കാര്യങ്ങളാണ് കർത്താവിന് മുമ്പിൽ കാഴ്ചയായി വെച്ചത്. പൊന്ന്, മൂര്, കുന്തിരുക്കം. പൊന്നും മൂറും കുന്തിരുക്കവും യേശു കർത്താവിന്റെ മുമ്പിൽ അവർ വെക്കുകയാണ്. എന്താണ് പൊന്ന്? അവൻ രാജാവ്. ഹല്ലേലൂയ, അവൻ രാജാവ്, അവൻ വീണ്ടെടുപ്പ്. മൂര്, അവൻ വീണ്ടെടുപ്പുകാരൻ. എന്താണ് കുന്തിരുക്കം? അവൻ പ്രവാചകൻ. സ്തോത്രം. പൊന്നും മൂരും കുന്തിരുക്കവും കർത്താവിന് മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ യേശു കർത്താവ് അവൻ രാജാതി രാജാവ്, യേശു കർത്താവ് വീണ്ടെടുപ്പുകാരൻ, അവൻ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർത്താവിന്റെ മുമ്പിൽ വണങ്ങുകയാ. അവർക്ക് വഴി കാണിച്ചത് നിന്റെ കാറിനകത്തിരിക്കുന്ന കേടായ നാവിഗേറ്റർ അല്ല, നക്ഷത്രം അവർക്ക് വഴി കാണിച്ചു. നക്ഷത്രം അവർക്ക് വഴി കാണിച്ചു. ഇന്ന് പകൽ സകല നക്ഷത്രങ്ങളും അവനെ വണങ്ങുന്നു. ഭൂരാജാക്കന്മാർ അവനെ വണങ്ങുന്നു, ആട്ടിടയന്മാർ അവനെ വണങ്ങുന്നു, പ്രഭുക്കന്മാർ അവനെ വണങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും അവൻ കർത്താവ് ഏറ്റു പറയും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിളിച്ചു പറ, രോഗത്തിന്റെ മുട്ടുകൾ അവന്റെ മുമ്പിൽ മടങ്ങട്ടെ, പാപത്തിന്റെ മുട്ടുകൾ അവന്റെ മുമ്പിൽ മടങ്ങട്ടെ, പാരമ്പര്യത്തിന്റെ മുട്ടുകൾ അവന്റെ മുമ്പിൽ മടങ്ങട്ടെ. നിന്നെ നിന്റെ കുടുംബത്തെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മുട്ടുകൾ അവന്റെ മുമ്പിൽ മടങ്ങട്ടെ. Finally, I'm closing this session. Finally, who is Jesus? അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ. Angels. അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ. My God. മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദാവീദിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, ആദത്തേക്കാൾ വലിയവൻ. My God. അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ. ഒരു ദൂതൻ മതി 1,85,000 പേരെ തീർക്കാൻ. അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ. എബ്രായർ 1:3 വാക്യം പറയുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഓ റിജോയ് സാറേ, നമ്മൾ എങ്ങനെ പ്രസംഗിക്കുന്നത്? നമ്മൾ എങ്ങനെ പ്രസംഗിക്കുന്നത്? ഞാൻ എന്ത് പോയിന്റ് പറയും ഇതിന്? അവൻ തേജസ്സിന്റെ പ്രഭ, ഈസ് എ ബ്രൈറ്റ്നസ് ഓഫ് ഗ്ലോറി, തത്വത്തിന്റെ മുദ്ര, ആൻഡ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് ക്യാരി ചെയ്യുന്നവൻ, വഹിക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവൻ, മഹിമയുടെ മഹത്വത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായവൻ. ഈസ് മോർ ദാൻ ഏഞ്ചൽസ്. താങ്ക് യു ജീസസ്. 6ാമത്തെ വാക്യം ജിജി മോഹൻ പാസ്റ്ററെ, ഈ 6ാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോഴേ, ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഈ 6ാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോ എന്റെ കയ്യിൽ ഞാൻ പിടിച്ചിരുന്ന പേന കരവും വിറച്ചു. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം
8 മുതലുള്ള വാക്യങ്ങൾ. Revelation chapter 4. 4 ജീവികൾ, ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും പുറത്തും കണ്ണു നിറഞ്ഞിരിക്കുന്ന, നിങ്ങൾ കണ്ട ബോധം കെട്ട് താഴെ പോകും, അതുപോലത്തെ ജീവികൾ, ദൂതന്മാർ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവിനെ നോക്കിയിട്ട് അവൻ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ, ഞായറാഴ്ച പകലിൽ 2 മണിക്കൂറല്ല, വെള്ളിയാഴ്ചത്തെ കെയർ സെല്ലിൽ 1 മണിക്കൂറല്ല, രാപ്പകൽ വിശ്രമം കൂടാതെ മുഴു സ്വർഗവും ദൂതന്മാരും അവനെ ആരാധിക്കുന്നു. Lord, what is the reason? Angels are messengers, but Jesus Christ is the message. Angels are messengers, only the messengers, but our message is Jesus Christ. ദൂതന്മാർ കേവലം ദൂതുവാഹികളാണ്, പക്ഷെ യേശുവാണ് ദൂത്. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ദൂതന്മാർ ആരാധിക്കുന്ന ശലോമോനേക്കാൾ വലിയവനായ, മോശേക്കാൾ വലിയവനായ, അബ്രഹാമിനേക്കാൾ വലിയവനായ, ദാവീദിനേക്കാൾ വലിയവനായ, ജോഷുവേക്കാൾ വലിയവനായ, യാക്കോബിനേക്കാൾ വലിയവനായ, ആദത്തേക്കാൾ വലിയവനായ, മുഴു ലോകം ആരാധിക്കുന്ന ഈ യേശു നിന്നിൽ വന്നത്രേ, നിന്റെ വീട്ടിൽ വന്നത്രേ, നിന്റെ ഉള്ളിൽ വന്നത്രേ. Think about that. Think about that. അവൻ നിന്നിൽ വന്നത്രേ. അവൻ നിനക്ക് വേണ്ടി മരിച്ചത്രേ. അവൻ നിനക്ക് വേണ്ടി ജീവനെ തന്നത്രേ. അവൻ നിനക്ക് വേണ്ടി യാഗമായത്രേ. It's the realm of your grace. Holy Jesus. ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നേ. രാപ്പകൽ ദൂതന്മാർ ആരാധിക്കുന്ന, മുഴു സ്വർഗവും ആരാധിക്കുന്ന, മൂപ്പന്മാർ കിരീടങ്ങളെ നിലത്ത് താഴ്ത്തിയിട്ട് ആരാധിക്കുന്ന പരിശുദ്ധൻ. യു ആർ ഹോളി, ഹോളി. Lift your hands and lift your voice, praise. You are holy, holy. ഒന്ന് ഓർത്തേ, മോശ എന്ന മനുഷ്യന് കനാനിലേക്ക് നയിക്കാനേ കഴിഞ്ഞുള്ളൂ. ഈ ഭൂമിയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ ഭൂമിയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനേ മോശയ്ക്ക് പറ്റിയുള്ളൂ. പക്ഷേ യേശു കർത്താവ് നിന്നെ നയിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് ആർക്കും നിന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത സ്വർഗത്തിലേക്കാണ്. He is the way of heaven. He is the way of heaven. He is the way of heaven. Lift up your voice and lift up your hands. You are holy, Jesus.